പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖമൊക്കെ നല്ല ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടുന്നത് വാസലിനാണ്. വാസലിൻ ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വാസലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്കിന്നെല്ലാം ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആവുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഒന്നാണ് ഈ വാസലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളൊക്കെ വരണ്ട് പൊട്ടുന്നതിനും കൈയൊക്കെ വരണ്ട് പൊട്ടി തൊലിയൊക്കെ ഇളകുന്നതിനും അതുപോലെ കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ വിണ്ടു കീറുന്നതിനും ഒക്കെ വളരെയധികം നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വാസലിൻ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1 സ്പൂൺ വാസലിനാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ 1 സ്പൂൺ വാസലിൻ എടുത്തിട്ടുണ്ട്. വാസലിൻ എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വാസലിൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇത്രയാണ് വാസലിൻ ഞാൻ എടുത്തിട്ടുള്ളത്. വാസലിനിലേക്ക് നമുക്ക് കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാ പച്ചപ്പാലാണ്, തിളപ്പിച്ച പാലല്ല, പച്ചപ്പാല് നമ്മൾ ഈ സ്പൂണിന്. കാരണം നമ്മൾ വാസലിൻ എടുക്കുന്നതിന്റെ അളവിനനുസരിച്ച് വേണം ഈ പാലും എടുക്കാനായിട്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായി വരാനായിട്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുറച്ച് സമയം എടുത്ത് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഞാനിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ ഈ വാസലിൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ രീതിയിൽ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഓറഞ്ചിന്റെ ഒരു അല്ലി എടുത്തിട്ടുണ്ട്. ഈ അല്ലിയുടെ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാല് നമ്മുടെ ഫേസ് എല്ലാം നല്ല ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ സ്കിന്നിനുണ്ടാവുന്ന ഡ്രൈനെസ് ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഓറഞ്ചിന്റെ നീര്. ഓറഞ്ചിന്റെ നീരും ഇതുപോലെ നമുക്ക് സ്കിന്നെല്ലാം നല്ല ബ്രൈറ്റൻ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ നല്ലതാണ്. നമ്മൾ പുറമേ ഈ ഓറഞ്ചിന്റെ നീര് ഫേസിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഓറഞ്ചിന്റെ നീര് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഞാൻ ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വരാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമെല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ആ പാലും അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ചിന്റെ നീരും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തെങ്കിൽ മാത്രമേ ഇത് മിക്സ് ആവൂ. കുറേ സമയം നമ്മൾ കുറച്ച് സമയം നിർത്താതെ ഇളക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ വാസലിനകത്ത് ഈ പാലും അതുപോലെ തന്നെ ഈ ഓറഞ്ച് നീരും നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഫേസിൽ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് കുറച്ച് മാത്രം എടുത്താൽ മതി. കുറച്ചെടുക്കാം. കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് 2 കൈ കൊണ്ട് മിക്സ് ആക്കും. ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കും. മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യേണ്ട. വാഷ് ചെയ്യാതെ തന്നെ കിടന്ന് നമുക്ക് ഉറങ്ങാം. രാവിലെ നമുക്ക് എണീറ്റ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫേസ് വാഷ് വെച്ച് നമുക്ക് മുഖം വാഷ് ചെയ്ത് കളയാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറുപയറിന്റെ പൊടിയോ കടലമാവോ ഉപയോഗിച്ച് ഏറ്റവും നല്ലത് ഇത് രണ്ടിലേതെങ്കിലും ഉപയോഗിക്കുന്നതാണ്. കടലമാവോ ചെറുപയറിന്റെ പൊടിയോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫേസ് വാഷ് വെച്ച് നമുക്ക് ഫേസെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 3 ആഴ്ച സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും നല്ല നിറം വയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും. നല്ല ബ്രൈറ്റൻ ആവും ഫേസൊക്കെ. അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആവുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.